കർത്താവ് അനുവദിച്ചാൽ ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ അടുത്ത കൊല്ലം ഒരു 3 ദിവസം നമുക്ക് ഒന്നിച്ചു കൂടാം. അതിന് ദൈവം കൃപ നൽകട്ടെ, സാവകാശം ദൈവം ഒരുക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അല്പസമയങ്ങൾ മാത്രം സംസാരിക്കാനേ ഒക്കൂ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യമാണ്. ഒരിക്കൽ കൂടി മൈക്ക് കൊടുന്ന് വായിച്ചു. അവിടെ ഒരു മോള് വായിച്ചു, വളരെ അഭിനന്ദിക്കുന്നു. എങ്കിലും മൈക്ക് കൊടുന്ന് വായിച്ചോട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ. ഈ 27 പുസ്തകം നമുക്കറിയാം. എത്ര പേര് ചേർന്ന് എഴുതിയതാ? സഹോദരിമാര് പറ. പുതിയ നിയമത്തിലെ 27 പുസ്തകം എത്ര പേരാ ചേർന്ന് എഴുതിയെന്ന് സഹോദരന്മാർ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് ഇയാൾ പ്രസംഗിക്കാമെന്ന് കരുതുകയും വേണ്ട. അതാ നിങ്ങളുടെ ചിന്ത. ഉറക്കെ പറ. ആരൊക്കെയാടാ പറ. അപ്പോൾ 8 പേര് ചേർന്നാണ് പുതിയ നിയമ പുസ്തകം മൊത്തം എഴുതിയത്. 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. 4 അപ്പോസ്തലന്മാര് യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, മത്തായി, പൗലോസ്. ഇവരാണ് 4 അപ്പോസ്തലന്മാർ. 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നവരാ, ലൂക്കോസും മർക്കോസും. 2 പേര് യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരന്മാരാ, യാക്കോബും യൂദയും. അപ്പോൾ മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്, മർക്കോസ്, ലൂക്കോസ്, യാക്കോബ്, യൂദ. ഇങ്ങനെയാണ് 8 പേര്. ഈ 8 പേര് ചേർന്ന പുതിയ നിയമത്തിലെ ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. മൊത്തം ബൈബിൾ എഴുതിയത് 40 പേരാണ്. അതിൽ പുതിയ നിയമത്തിലെ പ്രാരംഭ പുസ്തകം നമുക്കെല്ലാം അറിയാം, 4 സുവിശേഷമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷ പുസ്തകങ്ങളാണ്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി എന്ന വിലപ്പെട്ട പുസ്തകം. അത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും. അങ്ങനെ അനേക സഭകൾ ഉടലെടുത്ത സഭയെ കറതീർന്ന ഉപദേശത്തിൽ നിലനിർത്തി കർത്താവിൻ്റെ വരവിനൊരുക്കാനാണ് 21 ലേഖനം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഒടുവിൽ ഈ ലോകത്തിന്, ഈ രാജ്യത്തിന്, ഈ ഭൂഗോളത്തിന്, ഈ ഭൂമണ്ഡലത്തിന്, ഈ അന്തരീക്ഷത്തിന്, ഈ കാണുന്ന നിനക്ക് എന്ത് സംഭവിക്കും? മറച്ചു വെച്ച കാര്യം സമയമായപ്പോൾ മറ നീക്കി വെളിപ്പെടുത്തിയ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണല്ലോ പുതിയ നിയമത്തിലെ പുസ്തകക്രമങ്ങൾ. അപ്പോൾ പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങളാണ്. നിങ്ങൾക്കറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്താണ് സുവിശേഷം? അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, നസറായനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ വിശേഷതകളാണ് 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് രാജാതിരാജാവും സമ്പൂർണ്ണ ദാസനായിരുന്നു, സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. അവിടുന്ന് നിത്യനായ ഏക സത്യ ദൈവമാണ് യേശു. യോഹന്നാൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് നിത്യദൈവം,
യേശുക്രിസ്തു മാത്രമാണ് ദൈവം. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. അതാണ് യോഹന്നാൻ്റെ എഴുത്തിൻ്റെ വിശേഷത. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങളും അത്ഭുത പ്രവൃത്തികളും അവിടുന്ന് ദൈവമാണെന്നുമൊക്കെ അവൻ ഓരോ ഭാഗത്തും തെളിയിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ അവിടുന്ന് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമായിട്ട് പരിലസിക്കുന്നു. 4-ാം അധ്യായത്തിൽ അവിടുന്ന് ആത്മാവാകുന്ന ദൈവമായി വെളിപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറപ്പിക്കുന്ന ആമേൻ സർവജ്ഞനായ ദൈവം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്ന ദൈവം. 7-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ആമേൻ പരിശുദ്ധാത്മാവിനെ പകർത്തി ആത്മനിറവിനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. 9-ാം അധ്യായത്തിൽ ആമേൻ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവന കൊടുക്കുന്ന നല്ല ഇടയനായ ദൈവം. 11, 12 അധ്യായം പഠിക്കുമ്പോൾ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിനെ ഉയർപ്പിച്ച ദൈവം. 13-ാം അധ്യായത്തിലെ വിഷയം അറിയാം. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇനി 14-ന്റെ 1 വായിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുന്ന പദമാ. നിങ്ങൾക്കെല്ലാ വാക്യം മനപ്പാടമാ. സാധാരണ ഈ വാക്യങ്ങൾ മരണവീടുകളിലാണ് കൂടെ പറയുന്നത്. അതീവ ദുഃഖത്തിൽ മനോവേദനയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ കൂടെ അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെന്താന്ന് ചോദിച്ചാൽ മനുഷ്യനെല്ലാം ഹൃദയകലക്കത്തോടായിരിക്കുന്നത്. ഈ ചിരിക്കുന്നതേ ഉള്ളൂ, സന്തോഷത്തിലൊന്നുമല്ല. നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് വിശേഷം ഇങ്ങനെ ചിരിക്കുന്നതേ ഉള്ളൂ. അത് ചിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഹൃദയത്തിൽ സന്തോഷമൊന്നും പലർക്കുമില്ല. ഇങ്ങനെ വെക്കുന്ന ഈ ചിറിക്ക് അസ്ഥി ഇല്ലാഞ്ഞിട്ടാണ്. ഇതിനെ അസ്ഥി വെക്കുകാരന് വലിയ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് അറിയാൻ സന്തോഷമില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമെന്ന്. അതിനാ അസ്ഥി വെക്കാതെ നിന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. നമുക്കിഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുകയല്ലേ, അത് അതിൻ്റെ ഇടപാടതാണ്. താല്പര്യമില്ലാത്തവരെ കാണുമ്പോൾ ഇങ്ങനെ വെക്കുന്ന കണ്ടിട്ടില്ലേ, അത് ഈ അസ്ഥി ഇല്ലാത്തത് കൊണ്ടാണ്. അസ്ഥി വെക്കുകാരനെ നീ ഒത്തിരി കഷായിച്ചേനും, ഒന്ന് ചിരിക്കാൻ എന്ത് ബന്ധപ്പെട്ടേനും. അപ്പോൾ ഹൃദയത്തിനകത്ത് പലർക്കും സന്തോഷമില്ല. ആട്ടെ, കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 1-ാം അധ്യായത്തിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ആമേൻ സ്തോത്രം കുഞ്ഞാട്, അത് യേശു ക്രിസ്തുവാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും എത്ര കടിച്ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിൻ്റെ രക്തം. ആ രക്തത്തിൻ്റെ വിശേഷത, ഇത് വിലയേറിയ രക്തമാണ്, പുണ്യാക രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, പാപം മോചിക്കുന്ന രക്തമാണ്, രോഗം സൗഖ്യമാക്കുന്ന രക്തമാണ്, ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യരാക്കി തീർത്ത രക്തമാണ്. ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. ഇത് വിലയേറിയ രക്തമാണ്, പുണ്യാക രക്തമാണ്. ആ രക്തത്തിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രി പാപമോചനമുണ്ട്. ആര് യേശുവിനെ വിശ്വസിച്ച് ഏറ്റെടുക്കും, യേശുവെ ഞാൻ പാപിയായ, എൻ്റെ പാപം ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് വരണം, എൻ്റെ സകല പാപങ്ങളും പോക്കി എന്നെ വിശുദ്ധീകരിക്കണം എന്ന് ഇന്ന് രാത്രി കർത്താവിനോട് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കുകയും നിൻ്റെ സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിച്ച് അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കുവാൻ കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി ഈ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി ചുട്ടുപഴിപ്പിച്ച വെള്ളോടന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്ങിൽ പിടിച്ച് നിലവിളക്കട നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. കർത്താവിനോട് ആര് ഏറ്റു പറഞ്ഞ് യേശുവിനെ ഉള്ളത്തിലിട്ടുക, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. 1-ാം അധ്യായത്തിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട. ഉൽപ്പത്തി പുസ്തകം വായിക്കണ്ട, ഇന്നലെയും കേട്ടല്ലോ. 22-ാം അധ്യായം പഠിക്കുമ്പോൾ ഇസഹാക്കിന് പകരം അറക്കപ്പെട്ടൊരു ആടിനെ അവിടെ കാണുന്നുണ്ട്.
പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, മിസ്രയീമിൽ നിന്ന് പുറപ്പെടാൻ ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലി ആചരിച്ചു. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, ഏതാണ്ട് 6,3351 ആട്ടുകൊറ്റനെ അറുത്തുന്ന ഒരു കണക്ക്. എത്രയിലും ആകട്ടെ, വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ലേവിയ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അസസ്സേലിനെ ചീട്ടുവിടുന്ന ആടിനെ കാണുന്നുണ്ട്. അവിടെ 2 ആട്ടിൻകുട്ടി വന്നിട്ടുണ്ട്. ഒരാട്ടിൻകുട്ടിയുടെ വിശേഷത, ഇസ്രായേൽ മക്കളുടെ പാപങ്ങളെല്ലാം കൂടെ ആ ആട്ടിൻകുട്ടിയുടെ ശിരസിലോട്ട് പുരോഹിതൻ കൈവച്ച് അതിനെ നിയമിക്കപ്പെട്ട പുരുഷന്റെ കൈവശം കൊടുത്ത് മരുഭൂമിയിലേക്ക് വിടുക. ഈ ആടിൻ്റെ പ്രത്യേക 12 ഗോത്രങ്ങളുടെ പാപം വഹിച്ച് കടന്നു പോകുന്ന ഒരു ആട്ടിൻകുട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്, പുറപ്പാട് 2 കുടുംബങ്ങൾക്ക് വേണ്ടി 12 കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്, ലേവിയ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിൻ്റെ വിശേഷത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല, മുഴുലോകത്തിൻ്റെയും പാപങ്ങളെ ചുമന്ന് അവൻ മുഴുലോകത്തിൻ്റെയും പാപം വഹിച്ച് നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവ കുഞ്ഞാട്. ദൈവ കുഞ്ഞാട് നിൻ സ്നേഹരസോ എന്നകമേ വഴിഞ്ഞോടാൻ, ഉന്നതനെ സ്തുതി ചെയ്യുവാൻ, മണ്ണിലൻ വേലയു തീർത്തിടുവാൻ എന്നെയൊരുക്കണ സ്നേഹമിതാൽചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ, ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായ യേശു. 2-ാം അധ്യായം നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തില ക്രിസ്ത്യാനി എന്ന് പറയുന്ന പലരെ ആൾക്കാരും അടിച്ചു പെരുക്കുന്നത്. ഹൈന്ദവ സ്നേഹിതന്മാരും മുസ്ലിം സഹോദരന്മാര് കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതര മതസ്ഥരോ ജാതിക്കാരൊക്കെ വേറെ വകുപ്പില്ല. ക്രിസ്ത്യാനികളെ കൂട്ടത്തിൽ പള്ളിയിൽ പോകുന്ന കറിയാച്ചനും കത്തോലിക്ക പോകുന്ന യവറാച്ചനും യാക്കോബായിലും ഓർത്തഡോക്സിലും പോകുന്ന ബേവിയും ആമിനും സ്തോത്രം, പെന്തിക്കോസിൽ പോകുന്ന ലൂയിസ് കുട്ടി അവനും ഇപ്പോൾ അടിക്കുന്നുണ്ട്. ഉണ്ട് ഇല്ലേ? നിങ്ങൾക്കൊക്കെ പലരുടെയും പേരറിയാൻ മിണ്ടാതിരിക്കുന്നതാ. എനിക്കും അറിയാം പലരുടെയും പേര്. പിന്നെ അവർ ഓൺലൈനിലുണ്ടല്ലോ എന്നോർത്ത് ഞാൻ എന്നാ ഇന്നെനിക്ക് തീരെ വയ്യ, ഓടാൻ വയ്യ, അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. സ്തോത്രം. കുടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇതിനകത്തുണ്ട്. അപ്പം അവര് അതിന് ഉപോത്ബലകമായിട്ട് എടുക്കുന്നത് യോഹന്നാൻ 2. കാരണം യേശു പറഞ്ഞല്ലോ അടിച്ചു പെരുത്തോളാൻ. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഇവരുടെ വാദം അതാ. കാരണം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അതുകൊണ്ട് സഭയായിട്ട് അടിച്ചോളാൻ. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം അതങ്ങനെ തന്നെ. സ്തോത്രം. പോക്ക് നടക്കുകയല്ല. സ്തോത്രം. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, വായിച്ചേ, ആർക്ക് ആവലാതി, ആർക്ക് കൺചുമപ്പ്, വീഞ്ഞു കുടിച്ച് എടുത്തോ വാക്യം വായത് തപ്പി ഊപ്പാട് വരിക. എടുത്ത് വായിക്കാമെങ്കിൽ വായിക്കല്ലേ. ആ ആ ആ ആ മോനെ എടേ ഈ മൈക്കെടുത്ത് ഈ മോഡലിലോട്ട് കൊടുത്ത് അവിടെ കൊടുത്ത്. ഇന്നത്തേക്കാ കൂടെ കൊടുക്കണ. അവനും വയ്യ, നിനക്കും വയ്യെന്ന് തോന്നുന്നു. വായിച്ച മോളെ. ആർക്ക് കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്കു സങ്കടം, ആർക്ക് സങ്കടം, ആർക്കു കലഹം, ആർക്ക്. അപ്പൊ ഈ അടിച്ചു പെരുക്കുന്നവന്റെ എല്ലാം വീട്ടിൽ ഇതുണ്ടാകും. കഷ്ടം, സങ്കടം, ആ കലഹം, കലഹം, ഇതെല്ലാം
വീശുന്ന പുള്ളിയുടെ വീട്ടിലുണ്ട്, കഷ്ടമുണ്ട്, അവൻ്റെ പെമ്പള കഷ്ടപ്പെടുക, കൊച്ചുങ്ങളും കിടന്ന് കഷ്ടപ്പെടുക, പെമ്പള പരാകുകയും മുടിഞ്ഞവൻ ചാകുകയായിരുന്ന ഈ കുടുംബം രക്ഷപ്പെട്ടെ. കൊച്ചുങ്ങൾ പറയുക, ദൈവമേ ഇതുപോലൊരു തന്ത ഞങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ നല്ലതാ. നീ അങ്ങനെ വെറുതെ നിൻ്റെ പെമ്പളയും കൊച്ചുങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ ചില പെമ്പളമാരും കൊച്ചുങ്ങളും നിന്നെ പേടിച്ചിട്ട് പറയാത്തതല്ല, നിന്നോട് താല്പര്യമൊന്നുമില്ല, മിണ്ടുന്നില്ല. അപ്പോൾ അടിച്ചു പെരുക്കിയാൽ നിന്റെ വീട്ടിൽ ഈ വിഷയങ്ങളുണ്ടാകും. ഒന്നുകൂടെ വായിച്ചോ മോളെ. ആർക്കു കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്കു സങ്കടം, ആർക്ക് സങ്കടം, ആർക്കു കലഹം, ആർക്ക് കലഹം, ആർക്കു ആവലാതി, ആവലാതി വെപ്രാളമല്ലേ ആവലാതി, പിന്നെ ആർക്ക് അനാവശ്യമായ മുറിവുകൾ, അനാവശ്യമായ മുറിവുകൾ എന്ന് തല്ല് മേടിച്ചല്ലേ നീ വീട്ടിൽ വരുവുള്ളൂ. ആവശ്യമില്ലാത്ത മുറിവെല്ലാം ഉണ്ട്. പിന്നെ പെമ്പള ചൂടുവെള്ളം വെച്ച് തോർത്ത് മുക്കിയച്ച് ഇവിടാന്ന് വെച്ചാ ഇടി കിട്ടിയേ, ഇടത്ത് വെച്ച് ഇവിടെ മുഴച്ചിരിപ്പുണ്ടല്ലോ, അതാ ജോർജ് ഇടിച്ചതാ. അതിനാ ജോർജ് ഇടിച്ച്. ഞാൻ അവനെ വീശി കഴിഞ്ഞപ്പം നീ ജോർജിൻ്റെ ഭാര്യ നീ ആണെന്ന് എനിക്ക് തോന്നി. അപ്പം അവനൊരു ഇടി തന്നതാ. വായിച്ചു. ആർക്കു കൺചുമപ്പ്, ആർക്ക് കൺചുമപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഹിക്കുന്നവർക്കും, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും, മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും മദ്യം രുചി നോക്കാൻ ബാറിന്റെ അവിടോട്ട് നീ പോവുക. രുചി നോക്കാനാ പോകുന്നത്, പക്ഷെ പെരുത്താ നീ തിരിച്ചു വരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ അങ്ങ് തുടങ്ങുക. ഏതാ എല്ലാവർക്കും ഒരു ഇഷ്ടം പോലെ അങ്ങ് അനുമതി കൊടുക്കുകയല്ലേ. എന്ത് മര്യാദ രാമന്മാരായിട്ടാ അവിടെ നിൽക്കുന്നത്, വിനയത്തോടെ അല്ലേ. നമ്മുടെ ഒരു കൺവെൻഷനോ ഒരു വിവാഹ ശുശ്രൂഷയ്ക്കോ യുവമാർ കിടന്ന് ബഹളവാ, നിർത്തുന്നില്ലയോ, പ്രസംഗിച്ച് നിർത്തുക, കഴിച്ച്. ഇവിടെ ഈ ഏരിയയിൽ പിന്നെ ശുശ്രൂഷ നടക്കുമ്പോഴേ കഴിച്ചെല്ലാം ഇവിടുത്തെ എങ്ങനെയാണെന്നറിയാമല്ല. ആശന്മാർ പ്രസംഗിക്കുകയോ പാടുകയോ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾക്ക് പോയിട്ട് കാര്യം. ഞാനൊരു കല്യാണത്തിൽ ചെന്നപ്പോൾ എല്ലാം കഴിച്ചു പോയി. അയ്യോടി ഇവിടെ അതെന്നാ അങ്ങനെ, എനിക്കും അതറിയാമില്ല. എന്നെ ഇടപാടൊക്കെയാണ്. ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ എന്നാന്ന് എനിക്കറിയാൻ മേല. ഇനി അത് പറഞ്ഞൊരു അലോഗ്യം ഉണ്ടാക്കേണ്ട, സമാധാനത്തോടെ അങ്ങ് പിരിഞ്ഞു പോകാം. അപ്പൊ ഈ അനാവശ്യമായ മുറിവുകൾ, പിന്നെ ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഹിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. പിന്നെ വീഞ്ഞു ചുമന്ന് പാത്രം തിളങ്ങുന്നതും, വീഞ്ഞു ചുവന്നല്ല വീഞ്ഞ് വായിച്ചേ, വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. നീ ബാറിന്റെ അവിടെ പോയി നിൽക്കരുതെന്നാ പറഞ്ഞത്. നീ കുടിക്കുന്നില്ലെങ്കിലും പമ്മി അവിടെ പോയി. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്തോത്രം. ഞങ്ങള് പണ്ടൊരു യോഗത്തിന് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള 2 കക്ഷികളാണ്. ഇപ്പോഴല്ല, കുറച്ചാൾ മുമ്പാണ്. ഇപ്പോൾ ഉള്ള കക്ഷികളല്ല, കക്ഷികൾ പോയി. അപ്പോൾ ഒരിക്കലൊരു ദൂരയാത്ര കഴിഞ്ഞ് വണ്ടി വന്ന് നിർത്തിയപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ് മേടിച്ച് വെള്ളവും എടുത്ത്, യാത്രയല്ലേ വെള്ളം കുടിക്കുക. അപ്പം ഞാനും ഉണ്ട്. ഇതിന് കുപ്പി വെള്ളം എടുത്ത് കുടിച്ചപ്പം 2 പേര് ഇതടിക്കുന്ന രീതിയിലാണ് കുടിക്കുന്നത്. ഇടയ്ക്ക് അവർ പറയുന്നുണ്ട്, എന്തോ വേണ്ടൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് പറയുകയല്ലേ. അപ്പോൾ പഴയ കെട്ടിപ്പോഴും കിടക്കുക. ഇപ്പം രസമായിട്ട് ഇറക്കാൻ നോക്കുക, അല്ലെങ്കിലും രസമായിട്ട് ഇറക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാ ഇറക്കുന്നത്. വായിലെടുത്തത് മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. അടുത്തത് വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും. ഒടുക്കം അത് സർപ്പം പോലെ നിന്നെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. അതാ ഈ വിഷയം. അതാ അല്ലേ ബേബിയുടെ പുറത്ത് ചൂടുവെള്ളം വായിച്ചു. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. പിന്നെ നിന്റെ ഹൃദയം വക്രത പറയും. വക്രത പറയും, വക്രത. നീ നടുക്കടലിൽ ക്ഷയിക്കുന്നവനെ പോലെയും. അത്രേ ഉള്ളൂ. ഉണ്ടാവും, ഒരു ബോധവും ഇല്ല. വക്രത പറയും. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് നിന്നപ്പം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ആഹാരം കഴിച്ചിട്ട് 1-2 ദിവസമായി അതിയായിട്ട് വിശക്കുന്ന എന്തെങ്കിലും തരണം. എനിക്കങ്ങ് വലിയ ഭാരമായി. അന്നത്തെ കാലത്ത് ഞാൻ 100 രൂപ കൊടുത്തു. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്.
ടൗണിൽ നിൽക്കുമ്പോഴാണ്. ആഹാരം കഴിച്ചിട്ട് 1-2 ദിവസമായി. വിശക്കെന്ന് സാറേ എന്നാണ് വിളിച്ചത്. നമ്മളെ ഒന്ന് സാറേ എന്ന് വിളിച്ചപ്പോൾ ഞാനും അങ്ങ് കളന്നു. കാരണം ആരും സാറേ എന്നൊന്നും വിളിക്കുന്നില്ല. ഒരു തന്നെയും ടൗണിൽ വെച്ച് സാറേ എന്ന് വിളിച്ചല്ലോ എന്നപ്പോൾ എനിക്ക് ഒരു ഇളക്കം ഉണ്ടായി. പിന്നെ അപ്പം സാറേ 2-3 പ്രാവശ്യം സാറേ എന്ന് വിളിച്ചു. എന്നാൽ കൊടുക്കാമെന്ന് അതുകൂടെ കണക്കിലെടുത്താണ് കൊടുത്തത്. 100 രൂപ കൊടുത്തു അന്നത്തെ കാലത്ത്. ഇവന് ഈ 100 രൂപ കൊടുത്ത് ഞാൻ പിന്നെ 1-2 സാധനം കടയിൽ നിന്ന് മേടിക്കണമെന്ന് മേടിച്ചേച്ച് തിരിച്ച് ചെയ്യാൻ വന്നപ്പം ഇവൻ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഉണ്ടോ? വക്രത പറഞ്ഞാൽ മേടിച്ചേ. നിങ്ങൾക്കും അങ്ങനെ ചിലപ്പോൾ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണും. ഈ അടുത്ത സമയത്ത് ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് ഒരു അച്ചായൻ വരും. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നു. അപ്പോൾ പുള്ളി ആദ്യം ഒന്ന് വന്ന് ഒരു പരിതാപമൊക്കെ പറഞ്ഞ് ഞാൻ തിണ്ണയിലിരുന്ന് വേറെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി പൈസ കൊടുത്തു. വീട്ടിൽ പ്രാരാബ്ധമാ ബുദ്ധിമുട്ടാണെന്നൊക്കെ അടുത്ത് കൊടുത്തു കഴിഞ്ഞ് വൈകിട്ട് നോക്കിയപ്പോൾ പുള്ളി വളരെ പരുവക്കേട് നിൽക്കുക. അത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ട കാര്യം പുള്ളി കണ്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിരുന്നു. അവിടെ ഇരുന്നപ്പം പുള്ളി വീണ്ടും വന്ന് പറഞ്ഞു സാറേ, പുള്ളിയും സാറേ എന്ന് വെച്ചപ്പോൾ പഴയ സാറ് വിളി എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇളകിയില്ല. പറഞ്ഞു സാറേ എന്നാ വൈഫിന് ക്യാൻസറാ. അയ്യോ എന്തേലും തരണം. വക്രത പറയുമെന്നായി പറഞ്ഞത്. ഞാൻ ചോദിച്ചു വൈഫ് എന്തിയെ? വീട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് ഇവനെ അടിച്ചേച്ച് അവിടെ നിൽക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു. മറ്റേ സാറേ വിളി എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് താന്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വീട് ഇവിടെ അടുത്ത ഞാനോട് അങ്ങോട്ട് വരിക, വൈഫിനെ ഞാനോട് ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുക. അയ്യോ അവൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവാന്ന്. ഞാൻ പറഞ്ഞെന്നാൽ എപ്പോൾ വരും? അത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഏത് ആശുപത്രിയില്ല? മെഡിക്കൽ കോളേജില്ല. ഞാൻ പറഞ്ഞു എപ്പോൾ വന്നാലും എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ട് വന്നൊന്ന് പ്രാർത്ഥിക്കണം. അല്ല അങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും മാറുകയില്ലെന്ന്. എങ്ങനുണ്ട്? എന്നെ അടിക്കുന്ന സമയം അതിനാ. മനസ്സിലായോ? വക്രത പറയും, വക്രത. പിന്നെ ഞാൻ രാവിലെയും വന്നു. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. എന്നെ ആണ്ട് രാഗിയച്ചാ പോയത്. നീ ഗുണം പിടിക്കുകയല്ലടാന്നൊക്കെ ആയിരിക്കും. കേട്ടില്ല ശരിക്കും. വക്രത പറയും. വായിക്കേ. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ക്ഷയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാകും. അടുത്തത്, അവർ എന്നെ അടിച്ചു. പുള്ളി പറയാ എല്ലാം കൂടെ എന്നെ അടിച്ച് എനിക്ക് നൊന്തില്ല. എങ്ങനെ നോക്കാനാ? അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല. ഒന്നും പുള്ളി അറിയുന്നില്ല. അടുത്തത്, ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും. ഇനി അത് തന്നെ അങ്ങനെ തെരഞ്ഞ് നീ നരകക്കുഴി പോവും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നുകൂടെ ഓർപ്പിക്കാം, മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. നിന്റെ കുടുംബം നശിക്കും, നിന്റെ തലമുറയ്ക്ക് ദോഷം വരും, കലകം ഉണ്ടായിരിക്കും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ഒത്തിരി. അതുകൊണ്ട് ഇന്ന് രാത്രി മദ്യപാനം ഉപേക്ഷിച്ച് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ 2-ാം അധ്യായത്തിൽ മദ്യപാനത്തിന് അനുകൂലമായ കാര്യം കൊടുത്തതല്ല, യേശു മഹത്വമുള്ള ദൈവമാണെന്നും ആദ്യത്തെ അടയാളം വെളിപ്പെടുത്തിയതാ. ആ 2-ാം അധ്യായത്തിന്റെ 11 അങ്ങനല്ലേ എഴുതിയേക്കുന്ന? വായിച്ചേ. 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണമുണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു. വീഞ്ഞ് തീർന്നു. വീഞ്ഞ് പോരാതെ വരികയിൽ ശുശ്രൂഷക്കാരമ്മയോട് പറഞ്ഞു, അമ്മ മകൻ്റെ അടുക്കവെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അമ്മയോട് പറയുക, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മയും ഞാൻ നിന്റെ മകനുമായി എന്തെന്ന് ചോദിക്കാൻ കാര്യം ശുശ്രൂഷയുടെ കാര്യത്തിൽ കൈകടത്തണ്ട. ആവശ്യക്കാർ വീട്ടുകാർ അവരെൻ്റെ അടുക്ക വരട്ടെ, അതാ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ ആവശ്യഭാരത്തോട് ആര് ചെല്ലും, അതാ അവിടുത്തെ നാഴിക. ഇന്ന് രാത്രി ആവശ്യഭാരത്തോടെ യേശുവിൻ്റെ അടുക്ക ചെന്നാൽ യേശുവിൻ്റെ നാഴികയാണ്. ഈ അമ്മ അറിവുള്ള അമ്മയാണ്, യേശുവിൻ്റെ അമ്മ. ഇതുപോലെ അറിവും വിവരവും പരിജ്ഞാനവും പക്വതയും തന്മയത്വവും വിവേകമുള്ളൊരമ്മ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ലെന്നാണ് എൻ്റെ ചിന്ത. കാരണം അതുപോലെ വിവരമുള്ളൊരമ്മയാണ് യേശുവിൻ്റെ അമ്മ.
കാരണം യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. വിവരമുള്ള അമ്മയായതുകൊണ്ട് പതുക്കെ പുറകോട്ട് വന്നേച്ച് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, കീവറിച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, ഇടയ്ക്ക് നിന്നാൽ ശരിയാകുകയില്ലെന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ആ അമ്മയോട് പറഞ്ഞു, അമ്മ ഇടയ്ക്ക് മധ്യസ്ഥയായിട്ട് നിന്നാൽ മതി, പരിപാടി വിജയിക്കുമെന്ന്. അമ്മയോർത്ത് എന്നാൽ വീണ് കിട്ടിയ അസുലഭ നിമിഷമാണ്, എന്നാൽ ഇടയ്ക്ക് അങ്ങ് നിന്നേക്കാം. ചെന്നപ്പോഴാ മോൻ പറഞ്ഞ് ഏക്കുകയില്ലെന്ന് പറഞ്ഞു. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അമ്മ വിവരമുള്ള അമ്മയായതുകൊണ്ട് വന്ന് പറഞ്ഞു, കീവർഗിച്ച ഇടയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, നീ ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കാതെ. മനസ്സിലായില്ല? സ്തോത്രം. ഞാനും ഇങ്ങനെ നിൽക്കുന്നില്ല, നീ ഇങ്ങനെ. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഞാൻ കാണിച്ചേനെ. സ്തോത്രം. അപ്പം നീ ഇങ്ങനെ ഇടയ്ക്ക് നിന്നിട്ടും കാര്യമില്ല, ഞാനും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അന്തർയോസനോടും പറഞ്ഞേക്കണം, ഇങ്ങനെ ഒന്നും നിൽക്കരുത്, ഏകുകയല്ല. അതുകൊണ്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. ഒരു കാര്യം ഇന്ന് കൂടപ്പെട്ടവരോട് പറയാ, ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്ത നസറായനാകുന്ന യേശു ക്രിസ്തു. ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു, ഒരേ ഒരു രക്ഷകൻ യേശു ക്രിസ്തു, ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു, ഒരേ ഒരു പിതാവ്, സർവജ്ഞനായ പിതാവ്, ഒരേ ഒരു പരിശുദ്ധൻ, സർവജ്ഞനായ ദൈവം, നീയല്ലോ ഏക പരിശുദ്ധൻ. ഒരേ ഒരു നായകൻ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് ജീവനായകനാണ്, അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്, രക്ഷാനായകനാ. ഇന്ന് രാത്രി ഒരേ ഒരു മധ്യസ്ഥൻ, അത് നസറായനാകുന്ന യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്. ആ കാര്യമാണ് കർത്താവ് തെളിയിച്ച. ഞാൻ വിവരിക്കുന്നില്ല, എടുത്ത വാക്യത്തോട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്തണമല്ലോ. 3-ാം അധ്യായത്തിൽ രാത്രി വന്ന നിക്കോദോമസിനോട് കാര്യം പറയാൻ, നിത്യജീവൻ്റെ ദൈവം നിത്യജീവൻ കൊടുക്കും. നിത്യജീവൻ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. ദൈവത്തിൻ്റെ മഹത്വം. 4-ാം അധ്യായത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അയിത്തോച്ചാടനം ആദ്യം നടത്തിയത് യേശുവാണ്. കേരളത്തിലെ പല പാഠ്യ പുസ്തകങ്ങളിലൊക്കെ അയിത്തോച്ചാടനം നടത്തിയ ആൾക്കാരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യം അയിത്തോച്ചാടനം നടത്തിയ ആളാണ് നസറയനാകുന്ന യേശു. കാരണം യേശു ശമരിയെ കൂടെ പോകുന്ന, ശമരിയരും ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല, ഇവർ സഹകരിക്കത്തില്ല, അവർ ശമരിയരാ. ശമരിയരെങ്ങനെ ഉണ്ടായെന്നും ചരിത്രം എന്നാന്നൊക്കെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. സങ്കര എനമ, സമ്മിശ്ര ജാതിയ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ യഹൂദനാന്നോ അതുമല്ല, എന്നാ ജാതികളാന്നോ അതുമല്ല. ഇവരും കൊട്ടുകയും പാടുകയൊക്കെ ചെയ്യും. അവരും ലേലിയ 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 എന്നൊക്കെ പറയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്നൊക്കെ അവരും പറയും, ഇവരും പറയും. ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് കുഴയുക. അപ്പം ഇതെന്തുവാന്ന് ആർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ യേശു ശമരിക്കകത്തോട് യാത്ര ചെയ്തു. അപ്പോൾ ഒരു സഹോദരി വെള്ളം കോരാൻ വന്ന്, എപ്പോഴാണ് വന്നേ? ഉറക്കം പറ. 6 മണി നേരം. വെള്ളം കോരാൻ വന്നതോ? ഉറക്കം പറഞ്ഞു. ഉറക്കം പറഞ്ഞു. ശരിയാണ്. നമ്മുടെ ഇവിടുത്തെ സമയം നോക്കുമ്പം ഉച്ച സമയമാണ്. അപ്പം ഈ സഹോദരി വെള്ളം കോരാൻ വന്നത് ഉച്ച സമയത്താണ്. സാധാരണ നിങ്ങൾ സഹോദരിമാർക്കറിയാം, സാധാരണ വെള്ളം കോരുന്നത് ഒന്നേ രാവിലെ അല്ലേ വൈകിട്ടാണ്. ഒന്നേ വെയിൽ ഉറക്കുമ്പം അല്ലേ വെയിൽ ആറുമ്പം. സൂക്ഷം നട്ടുച്ചയ്ക്ക് പോയി കോരുന്നത്. ഇവിടെ നട്ടുച്ചയ്ക്ക് പോകാൻ കാരണം മറ്റൊന്നുമല്ല, ആരും അറിയണ്ട, ആരും കാണണ്ടെന്നും പറഞ്ഞായി പോകുന്നത്. പക്ഷെ ഇവളെ കാണാൻ ഒരുവൻ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ആരും എന്നെ കാണണ്ട, ആരും എന്നെ അറിയണ്ട, ആമൻ ആരും എന്നെ ഗവനിക്കണ്ടെന്നൊക്കെ ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, നിന്നെ കാണുവാൻ, അറിയുവാൻ, ആമൻ നോക്കുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ യേശു ഈ സ്ത്രീയുമായിട്ട് കണ്ട് അവളോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. അവൾ പറഞ്ഞു, യഹൂദനായിരിക്കുന്ന നീ ശമരിയാകാരിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു ചിന്ത ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുമാരനാശാൻ ഈ യോഹന്നാൻ 4 വായിച്ചോട്ടുണ്ടോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം സെയിം ആശയമാ. ചണ്ടാല ഭിക്ഷുകി സ്കൂളിൽ പഠിച്ചല്ലേ ചണ്ടാല ഭിക്ഷുകി? ഇല്ല, ഒരു പരിപാടിക്ക്
ആ കിണറ്റിൽ വെള്ളം കോരാൻ വന്ന കാര്യമാണ്. ആ പറ. എന്നിട്ട് കുടവെടുത്ത് തലയ്ക്ക് അടിച്ചോ? പിന്നെ ആ അത് തന്നെ നിനക്ക് നീ പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ പോയില്ലേ? നിങ്ങൾ പാട്ടുകാരില്ലേ? നിങ്ങൾ അപ്പൊ ഇത് തുമ തേടും തൻ പാള കിണറ്റില് ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർകോരി പഠിച്ചല്ലേ? ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശുനി ഓമല്ലേ തരൂ. എന്നാ അമ്പരി തന്നെ പാട്. അമ്പരി ഓതിനാനുള്ളല്ലേ? അല്ലെന്തോ കഥ ഏതോ കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീജനാരി തൻ കയ്യാ ജലം വാങ്ങി. നിങ്ങളെ ആര്യന്മാരെ ചണ്ടാല സ്ത്രീയാകുന്ന എന്നോട് വെള്ളം വാങ്ങി കുടിക്കുന്നത് ശരിയാണോ? ഒന്നും ഒക്കത്ത കാര്യമല്ലെന്നൊക്കെ ആശാൻ എടുത്തിരിക്കുന്നത് യോഹന്നാൻ 4. അപ്പൊ യേശു ഇവളോട് ചോദിച്ചു, ശമരിയാക്കാരിയോട് കുടിക്കാൻ വെള്ളം. അപ്പൊ പറഞ്ഞു, യഹൂദനാകുന്ന നീ ശമരിയാക്കാരിയ എന്നോട് സ്തോത്രം. കർത്താവ് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇവൻ മിശിഹായാണ്. അതാണ് യോഹന്നാൻ 4 അയിത്തോച്ചാടനം നടത്തി അതിൻ്റെ കെട്ട് പൊട്ടിച്ച് സകല ഗഡിതിയും പൊട്ടിച്ചാ യേശു അവിടുന്ന് പോയത്. പക്ഷെ ഇന്നും കെട്ട് പലയിടത്തും ഉണ്ട്, ഇന്നും ഉണ്ട്. കല്യാണം കഴിപ്പിക്കത്തൊന്നുമില്ല. അഥവാ വന്നാലും മറുഭാഷ പറയുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് നമ്മുടെയാണോ എന്ന്. ഇല്ലേ? പിന്നെ യോഹന്നാൻ 4 കീറിക്കളയണമെന്നാ ഈ മറുഭാഷ പറഞ്ഞ് മേപ്പോട്ടും കിമ്പോട്ടും റബ്ബർ പന്തടിക്കും പോലെ അടിക്കുന്ന പെണ്ണമ്മയും വേവിച്ചനും ചോദിക്കും നമ്മുടെയാണോ എന്ന്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അലോഗ്യം ഉണ്ടാക്കാതിരിക്കാനാ. ഒന്നാതെ വയ്യ, അതുകൊണ്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 4-ാം അധ്യായം യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക. ആട്ടെ, നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വന്ന് 1-2 കാര്യങ്ങൾ പറയാം. അതിന് ഇന്നൊക്കെ ഉള്ളു വയ്യ. യോഹന്നാന്റെ സുവിശേഷം 14:1 വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ 1-2 കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ദൈവം അനുവദിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ, അവിടുന്ന് ആയുസ്സും ആരോഗ്യം തന്നാൽ അടുത്ത കൊല്ലം അത് ജേക്കബ് പാസ്റ്ററും ഇവിടുത്തെ വിശ്വാസികളോട് തീരുമാനിച്ച് ഇതിൻ്റെ കേട് തീർത്ത് നമുക്കൊരു 3 ദിവസം സ്തോത്രം. അന്നേരം എൻ്റെ കൂടെ അവരും ഹാർമോണിയക്കാരും ഒക്കെ കാണും. ദൈവം അനുവദിച്ചാൽ നമുക്കെല്ലാം ഒന്നിച്ചു കൂടി ദൈവത്തെ അന്നേരം ഹോളുമൊക്കെ വൃത്തിയാക്കി എല്ലാം നല്ല ഭംഗിയാക്കി ദൈവം അത്ഭുതം ചെയ്യട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് ഇപ്പം ഇങ്ങനെ അങ്ങ് പിരിയാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് മഹത്വം. ഈ കലങ്ങിപ്പോകരുതെന്ന് പറയാൻ കാരണം 13-ാം അധ്യായത്തിൽ പെസഹായ അവര് വലിയ വന്മാളിക കയറി വിരിച്ചൊരുക്കിയ വന്മാളികയിൽ ഇരുന്ന് പെസഹ പൂജിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് ഹൃദയത്തിനൊരു ഭാരവും ഞരക്കവും ഒക്കെ വന്നു കാണും. അതിന് പല കാര്യമുണ്ട്. ഒന്ന്, യേശു കൂടെ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഇവിടം വിട്ടു പോവുക. വേറൊരു ഭാഗത്ത് പറഞ്ഞു മനുഷ്യപുത്രൻ മരിക്കാറായി. വേറൊരു ഭാഗത്ത് പറഞ്ഞു മനുഷ്യപുത്രനെ കൊല്ലും. വേറൊരു ഭാഗത്ത് പറഞ്ഞു കുറഞ്ഞോന്ന് കഴിഞ്ഞ് ഇനി എന്നെ കാണത്തില്ല. ഇതൊക്കെയാ കലങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ 14-ാം അധ്യായത്തിൽ കലങ്ങരുതെന്ന് വീണ്ടും പറയാൻ കാര്യം, 13-ാം അധ്യായത്തിൽ വന്മാളിക കയറി ഈ വീടും പരിസരവും വന്മാളികയും വിരിച്ചൊരുക്കിയ മാളികയൊക്കെ കണ്ട് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി. അതിൻ്റെ കാരണം ഇവര് പലരും മുക്കുവക്കുടിൽ ജീവിച്ചവരാ. കടപ്പുറത്തും ചെറിയ കുടിലുകളിൽ പാർത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരും ലോകപരമായി വലിയ സ്റ്റാൻഡേർഡ്, നമ്മുടെ ആൾക്കാർ പറഞ്ഞ വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാത്തവരാ.
അപ്പോൾ സാധാരണക്കാര് വിദ്യാഭ്യാസമില്ലാത്തവർ, ഗലീലക്കാര്, മുക്കവക്കുടിൽ ജീവിച്ചവർ, കടപ്പുറത്ത് ജീവിച്ചവർ, വള്ളവും വലയും വെള്ളവുമായിട്ട് ഇടപെട്ടവർ, ഇങ്ങനെയുള്ള ഇവര് പട്ടണത്തിൽ നഗരത്തിൽ ചെന്ന് വന്മാളിക കയറി വിരിച്ചൊരുക്കിയ അപ്പർ റൂമെന്ന ഫർണീഷൻ്റെ ആ വകുപ്പും എല്ലാം കണ്ടപ്പോൾ ഇവർക്ക് തന്നെ തോന്നി, എന്തായാലും നമുക്കിതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ. ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഒരുത്തം പറഞ്ഞ് ഏതായാലും നമ്മൾ പുള്ളിയുടെ കൂടെ 3-4 വർഷമായിട്ട് 2-3 വർഷമായിട്ട് കൊട്ടിയും പാടി നടക്കുന്നുണ്ട്, ഈ വീട്ടിൽ കയറാനെങ്കിലും ഇടയായി. അതാ അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ ഒരുത്തം പറഞ്ഞൊരു കാര്യം ചെയ്തു, ഒത്തിരി നേരമൊന്നും കണ്ടുകൊണ്ടിരിക്കാനൊക്കത്തില്ല, പെട്ടെന്ന് കണ്ടോ, പുള്ളി ഇവിടെ നിറങ്ങുമ്പോൾ സൂക്ഷം നമ്മളെ ഇവിടെ നിറക്കുമെന്ന് പറഞ്ഞു. പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഇവിടെ ഇരുത്തുന്നത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നീ ദൈവവൈതലായതുകൊണ്ടാണ് നിന്നെ ആൾക്കാർ മാനിക്കുന്നത്. നിനക്കാരേലും 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, ഒരു കസേര തരുന്നെങ്കിൽ, നിന്നെ കാണുമ്പോൾ ആൾക്കാർ ബഹുമാനിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ, ജാതിമകത്വം കൊണ്ടോ, കളർ കൊണ്ടോ, നിന്റെ നിലവാരം കൊണ്ടോ, നിന്റെ ഭാഷാ നൈപുണ്യം കൊണ്ടൊന്നുമല്ല, നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. ആരെങ്കിലും നിന്നെ മാനിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് ഇവർ പറഞ്ഞു ഹൃദയം കലങ്ങി. കർത്താവ് അതുകൊണ്ടൊക്കെയാ പറഞ്ഞത്, ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. യേശു പറയുകയാ ഹൃദയം കലങ്ങരുത്. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, കലങ്ങരുത്. അതിന് 2-3 കാര്യം പറഞ്ഞ് നിർത്താം, വിശദീകരിക്കുന്നില്ല. തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അതിന് ഒന്ന്, ഹൃദയം കലങ്ങരുത് പറയാൻ കാരണം നമുക്കൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, ഏകദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, സകലത്തെ സൃഷ്ടിച്ചൊരു ദൈവത്തെയാണ് നാം ഭജിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം, ഇന്ന് ജീവിക്കുന്ന ദൈവം. ഈ ആയുസ്സിൽ മറ്റൊന്നും നേടാനൊത്തില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക. ആമൻ. ജീവനുള്ള ഏക ദൈവത്തെ, സത്യദൈവത്തെ ഭജിപ്പാനും ആരാധിപ്പാനും സേവിപ്പാനും സ്നേഹിപ്പാൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് സാവകാശം നൽകി. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ ദൈവം. അപ്പോൾ ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ച് സൃഷ്ടിച്ച് ചമച്ച് പടച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഭജിപ്പാനിടയായതുകൊണ്ട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നമുക്കൊരു ദൈവമുണ്ട്. 2, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം നമുക്ക് ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. ഇവിടെ സ്ഥലമില്ലല്ലോ, അധികമില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. നല്ല ഒരു സ്ഥലം നമുക്ക് ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാ, ഇന്നതിന് മുതിരുന്നില്ല. ഒരു പാട്ടിൻ്റെ വരി നമുക്കെല്ലാം അറിയാവുന്ന പാട്ടാ. സ്ഥലം വിശേഷം ബാലം എത്ര ഈ ഏരിയയിലൊന്നും ആരും ചാകുന്നില്ലെന്ന് തോന്നുന്നു. വേണ്ട ഇനിയും പാടണ്ട, വേണ്ട, മതി. സാധാരണ മരണ വീട്ടിലാ ഈ പാട്ട് മിക്കവരും പാടുന്നത്. അങ്ങനെയും അറിയാവുന്ന ഓർത്താ. ഈ ഏരിയയിൽ ആരും ചാകുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആരും ചാകണ്ട. അപ്പോൾ സ്ഥലം മഹാവിശേഷം, അതിനകത്തെ ഫലം എത്ര മധുരം. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്, കലങ്ങരുത്. നമുക്കൊരു സ്ഥലമുണ്ട്. 1, നമുക്കൊരു ദൈവമുണ്ട്, അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. 2, നമുക്ക് സ്ഥലമുണ്ട്. 3, നമ്മുടെ കർത്താവ് തിരിച്ചു വരും, അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. ഈ പങ്കപ്പാടും ദുരിതവും ദുഃഖമെല്ലാം പൂർണ്ണമായിട്ട് മാറും. ഒരിക്കൽ യേശു വന്നു, എന്തിന്? മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിക്കുവാൻ. അവിടുന്ന് ജീവിച്ച് മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. ആ യേശുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിക്കുന്ന ദൈവമക്കളുടെ പാപം മോചിച്ച് യേശു അവരെ വീണ്ടെടുക്കുക. ആ ദൈവമക്കൾ പിന്നെ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ ജീവിക്കുക. അങ്ങനെ വേർപാട് പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്
വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. യേശു വീണ്ടും വരും. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്, ഞാൻ തിരിച്ചു വരുമെന്ന്. 2, അവിടുന്ന് വരുമെന്നുള്ളതിൻ്റെ ഉറപ്പ് ദൂതന്മാർ 2 പേര് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരുമെന്ന് 2 ദൂതന്മാരാ പറഞ്ഞത്. വിസ്തരിക്കുന്നില്ല. ജനന സമയത്ത് ഒരു ദൂതൻ വന്ന് മറിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകും. മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞ് പേടിക്കണ്ട. അപ്പോൾ പുരുഷനെ അറിയായാൽ എങ്ങനെ സംഭവിക്കും? പുരുഷൻ്റെ ഇഷ്ടത്താലും മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ ലഭിക്കും. ഇത് പറഞ്ഞേച്ച് ദൂതൻ അങ്ങ് പോയി. പറഞ്ഞതുപോലെ മറിയ ഗർഭവതിയായി. അങ്ങനെയെങ്കിൽ ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നെങ്കിൽ പോകാൻ നേരത്ത് 2 ദൂതനാ പറഞ്ഞത് പോയതുപോലെ തിരിച്ചു വരും. സൂക്ഷം നടന്നിരിക്കും. യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. യേശു വീണ്ടും വരും. ഹൃദയം കലങ്ങരുത്. 1, നമുക്കൊരു ദൈവമുണ്ട്. 2, ഹൃദയം കലങ്ങരുത്, സ്ഥലമൊരുക്കാൻ പോയിരിക്കുക. 3, യേശു തിരികെ വരും. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ആമേൻ ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകുക. 2 കൂട്ടർ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. ഇങ്ങനെ നാം എപ്പോഴും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ഇന്ന് രാത്രി പ്രത്യാശയുള്ളവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക മുമ്പേ ഓർപ്പിച്ചതുപോലെ അവിടുന്ന് അനുവദിച്ചാൽ നമുക്ക് പിന്നെ കൂടാം. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് ഇന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് തൻ ഗംഭീര നാദത്തോടും എഴുന്നേറ്റുന്നത് പാടാം. കൈയടിച്ച് ോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ കൈയടിച്ച് ചേർന്ന് ഇറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. ജീവനോടി ഭൂതൽ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ജീവനോടി ഭൂതൽ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ഗീതാസ്വരത്തോട് ആർപ്പോടും കൂടെ, ഗീതാസ്വരത്തോട് ആർപ്പോടും കൂടെ. വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും ദൂതർ തുല്യരായി. വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും ദൂതർ തുല്യരായി. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ ഗാഥയാകും വിശുദ്ധ. ഓ കുഞ്ഞാട്ടിൻ കല്യാണ ദിനത്തിൽ തന്റെ ഗാഥയാകും വിശുദ്ധ
സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമനാൾ, മണിയറയ്ക്കുള്ളിൽ കടക്കുമനാൾ. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാമവർക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാമവർക്ക്. ആകാശം ചുരുൾ പോലെ മാറിപ്പോകും, ഭൂമിയും അതിലുള്ള സമസ്തവും. ആകാശം ചുരുൾ പോലെ മാറിപ്പോകും, ഭൂമിയും അതിലുള്ള സമസ്തവും. അഗ്നിയാല ശേഷം ചുട്ടാടിച്ചുതാൻ, അഗ്നിയാല ശേഷം ചുട്ടാടിച്ചുതാൻ. ശുദ്ധീകരിച്ചിടും, ശുദ്ധീകരിച്ചിടും, ശുദ്ധീകരിച്ചിടും സർവാവല്ല. ഓ ശുദ്ധീകരിച്ചിടും, ശുദ്ധീകരിച്ചിടും, ശുദ്ധീകരിച്ചിടും സർവാവല്ലവൻ. ദേവാദിദേവൻ സർവ്വത്തിനും മീതെ, തൻകൂടാരം വിശുദ്ധർമധ്യത്തിലും. ദേവാദിദേവൻ സർവ്വത്തിനും മീതെ, തൻകൂടാരം വിശുദ്ധർമധ്യത്തിലും. എന്നേക്കും അവർ തന്നെ കണ്ടുമോദാൻ, ഓ എന്നേക്കും അവർ തന്നെ കണ്ടുമോദാൻ. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും നിത്യായുഗത്തിൽ. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും നിത്യായുഗത്തിൽ. ഓ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും. ഓ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും. ഓ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ, അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം ആകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ദേവാദിദേവൻ സർവ്വത്തിനും മീതെ, തൻകൂടാരം വിശുദ്ധർമധ്യത്തിലും. ദേവാദിദേവൻ സർവ്വത്തിനും മീതെ, തൻകൂടാരം വിശുദ്ധർമധ്യത്തിലും. എന്നേക്കും അവർ തന്നെ കണ്ടുമോദാൻ, എന്നേക്കും അവർ തന്നെ കണ്ടുമോദാൻ. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും നിത്യായുഗത്തിൽ. 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 കർത്താവിൻ്റെ മഹത്വം. നമുക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ നിമിഷം വരെയും രാവും പകലുമായി വിവിധ യോഗങ്ങൾ, വിവിധ കർത്തൃദാസന്മാർ, വിവിധ ശുശ്രൂഷകൾ ഈ സ്ഥലത്ത് വെച്ച്, സഭയിൽ വെച്ച് നടക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. എല്ലാ നിലയിലുമുള്ള അനുഗ്രഹങ്ങൾ ഭൗതികമായിട്ടും ആത്മീകമായിട്ടും നമുക്ക് കാലാവസ്ഥാപരമായിട്ടും നമുക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്തു. ഇതുവരെ നമ്മെ നടത്തിയ ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ ദാസനേറിയ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഈ രാത്രിയിൽ വചന ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. നാം കേട്ടു, നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു സ്ഥലമുണ്ട്, നമ്മെ ചേർക്കുവാനായിട്ട് കർത്താവ് വേഗം വരുന്നു. ഈ കാരണത്താൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കാൻ ഈ കേട്ടതായ ദൂതുകൾ വരുംകാലത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായി, വിശ്വാസത്തിന് വർധനവായി, നമ്മുടെ സഭകളിൽ ആമേൻ ആത്മീക ശുഷ്കാന്തിയുള്ളവരായി
പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ഈ സ്ഥലസഭ കർത്തൃദാസൻ കുടുംബം വളരെ അധ്വാനം ചെയ്ത് ഈ യോഗങ്ങളൊക്കെ വളരെ അനുഗ്രഹമായ നിലയിൽ നമുക്ക് നൽകിത്തരുവാനിടയായി. ഈ സഭയിലെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ നാളെ ആരാധനയുണ്ട്. ഇവിടെ പുതിയതായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. സുവിശേഷത്താൽ നിങ്ങൾക്കുള്ള വിടുതലും അനുഗ്രഹങ്ങളും എല്ലാ നിലയിലും പ്രാപിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. എല്ലാ കർത്തൃദാസന്മാരെ ദൈവം മാനിക്കട്ടെ. വിശ്വാസികളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാം. ന്യൂ ഇന്ത്യ ദൈവസഭ വെള്ളട ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യ കർത്താവിദാസൻ പാസ്റ്റർ സി ബാബു അവറുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ചൊവ്വാഴ്ച മുതൽ നടത്തപ്പെട്ട സുവിശേഷ മഹായോഗത്തിൻ്റെ കടശി രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ച വലിയ ദയക്കായി സ്തോത്രം. കാലത്തിൻ്റെ ഗൗരവമനുസരിച്ച് കാലത്തിൻ്റെ നിർണായക ഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ബോധ്യം തിരുവചനത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. തിരുവചന നിവൃത്തിയുടെ വർത്തമാന കാലത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത തിരുവചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ദാസനിലൂടെ ഞങ്ങളെ കൽപ്പിച്ച സ്വർഗീയ ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികളുടെ നിർണായ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാൽ കർത്താവെ ആ നിലകളിൽ വിശുദ്ധിയിലും പ്രത്യാശയിലും ഞങ്ങൾക്ക് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ ക്രൂശിന്റെ പറവിൽ നിർത്തിയല്ലോ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ തന്നല്ലോ, മഹത്വം എടുത്തതിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാദേശിക സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ ദൈവദാസനായി ഹല്ലേലൂയ ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വം അനുഗ്രഹിക്കപ്പെടുവാൻ ധാരാളം ദൈവമക്കൾ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ. തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സമാധാനത്തോടെ മടക്കി അയക്കും, മഹത്വം പങ്കെടുക്കും. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവിന് രക്ഷിതാവാകുന്ന യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുകയും എഴുതെടുക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും എല്ലാ സഭകളോടും എല്ലാ പ്രവർത്തകരോടും കർത്തൃദാസന്മാരോടും ഇന്ന് രാത്രി ദൈവത്തിനെ ശുശ്രൂഷ കടന്നുപോയ കർത്താവിൻ്റെ ദാസന്മാരോടും ഭൂമിയുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവസഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ കൃത്യം പ്രഭാതത്തിൽ 8 മണിക്ക്